ഹായ് ഹലോ നമസ്കാരം. മല്ലി കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ബട്ടർ ചിക്കൻ മാഗിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഞാൻ 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വിസിലിൽ മാറ്റം വന്നേക്കാം. ഓക്കെ, ഇതാ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ ഇന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, ഞാൻ അതവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിനേക്കാളും ചെറുതായി കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി അതൊന്ന് മാറ്റി വയ്ക്കാം. ചൂടായ പാനിലേക്ക് ഞാനിവിടെ ഒരു അമൂലിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്താണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അല്ലിയാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്നവർക്ക്, നമ്മുടെ വെളുത്തുള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവർക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഈ സമയമൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് ഇളക്കി തന്നെ നല്ല സെറ്റായിട്ട് വന്നോളൂ. ഓക്കെ, ഇതാണ്ടോ അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ഒരു സവാള പൊടിയായി കട്ട് ചെയ്താണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ തന്നെ നന്നായിട്ട് വാടിക്കുഴന്നൊന്നുമില്ല, ഒന്ന് കളർ മാറി വരുന്നാൽ മതി. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ സെറ്റായിട്ട് വന്നോളൂ. ഓക്കെ, ഇതാണ്ടോ നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ചേർക്കാനുള്ളത് പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്താണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കുറച്ച് നേരം ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം നല്ലപോലെ ഒന്ന് വാടിക്കുഴഞ്ഞ് കിട്ടും. കണ്ടോ, ഇതേപോലെ നല്ല കളറൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ, നമുക്കിത് പകുതി ചെറുനാരങ്ങ നീരും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഓക്കെ, ഇനി വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നവർക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ ഉപ്പൊക്കെ ഒന്ന് മസാലയിലൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ആണോ, ഇത്രയും മതി. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തിള വരുന്നവർക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണോ തിള വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. മാഗി ഞാനിവിടെ പൊട്ടിക്കാതെ വെച്ച് കൊടുക്കുന്നത്. ചിലപ്പോൾ കുട്ടികൾക്ക് പൊടിയായി കഴിഞ്ഞാൽ ഇഷ്ടമാവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മാഗി മസാല ചേർത്ത് കൊടുക്കാണ്ട്. ഞാനിവിടെ 2 പാക്കറ്റ് മാഗി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ പകുതി അപ്പോഴേക്കും ഏകദേശം വേവായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം കൂടി നമുക്കിതുപോലെ ഒന്ന് മറിച്ചിടാം. അപ്പോഴേക്കും ബാക്കി അടിഭാഗം എല്ലാം വെന്ത് കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്കത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതല്ലോ ഏകദേശം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിങ്ങനെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാഗി വെന്ത് സെറ്റായിട്ട് വരും. ഓക്കെ, ഇതല്ലോ അങ്ങനെ ഏകദേശം 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ടാവും. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പ്ലേറ്റ് കാലിയാവണ വഴി അറിയില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനിതിന് മേലെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയിൽ ഇതുപോലെ ചിക്കനൊക്കെ ബാക്കി വരണോ വെച്ചത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഭയങ്കര ഇഷ്ടമാവും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.